പുതിയ ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിൽ. ബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. DNA പരിശോധനയ്ക്കായി രാഹുലിന്റെ രക്തസാമ്പിൾ ശേഖരിച്ചു. ലൈംഗിക ശേഷി പരിശോധനയും നടന്നു. സ്ഥിരം കുറ്റവാളിയെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 2024 ഏപ്രിൽ 8-ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചെന്നും മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തെന്നും FIR-ൽ പറയുന്നു. മുണ്ടക്കൈ ദുരിതബാധിതർക്കായി 5000 രൂപ രാഹുലിന്റെ സുഹൃത്ത് ഫെനി വാങ്ങിയെന്നും രാഹുലാണ് ലക്കി ഡ്രോ നടത്തുന്നതെന്ന് ഫെനി പറഞ്ഞതായും യുവതി നൽകിയ പരാതിയിലും പറയുന്നു. ലിജോ റോളൻസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ലിജോ, രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴടക്കം രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു നമ്മൾ കണ്ടത്. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന്റെ അടക്കം പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള വൻ ജനത്തിരക്കും പ്രതിഷേധങ്ങളും എല്ലാം നമ്മൾ കണ്ടു. ഇപ്പോൾ ജയിലിൽ എത്തിച്ചപ്പോഴും പ്രതിഷേധം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു? രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് 11:20 കൂടെയാണ്. ആ സമയത്ത് പോലീസ് എത്തുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായി. അത് DYFIയുടെയും ഒപ്പം തന്നെ BJPയുടെയും ഭാഗത്തു നിന്നാണ് ആ പ്രതിഷേധം ഉണ്ടായത്. പ്രതിഷേധക്കാർ ഏകദേശം 100ഓളം പേരുണ്ടായിരുന്നു. പോലീസിന് അത് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടെയാണ് വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയും ആ വാഹനത്തിൽ തട്ടി വാഹനത്തിലൊക്കെ അടിച്ചുകൊണ്ട് അവിടെ ചെറിയൊരു തടസ്സം ഉണ്ടാവുകയും വളരെ ശ്രമപ്പെട്ടുകൊണ്ടാണ് പോലീസ് വാഹനത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കിയത്. അതിന് പിന്നാലെ തിരിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറക്കുന്ന സമയത്തും പൊതിച്ചോറുമായി DYFI പ്രവർത്തകരും കരിങ്കൊടിയുമായി BJP പ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും പോലീസ് അവരെയൊക്കെ വഴി മാറ്റിക്കൊണ്ട് അവർ പിന്നാലെ ഓടിയപ്പോൾ തന്നെ അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടാണ് തിരികെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചത്. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വീട്ടിൽ നിന്നും, അതായത് റിമാൻഡ് ചെയ്ത പ്രതിയുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും റോഡിൽ കിടന്നുകൊണ്ട് യുവമോർച്ച BJP പ്രവർത്തകർ പ്രതിഷേധിച്ച് അതിലൊരു യുവമോർച്ച പ്രവർത്തകന് കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും കുറച്ച് സമയം ഒരു തടസ്സമുണ്ടായതിനു ശേഷമാണ് മാവേലിക്കര സബ് ജയിലിലേക്ക് വളരെ വേഗത്തിൽ പോയത്. വളരെ 2-3 പൈലറ്റ് വാഹനങ്ങളുടെയും എസ്കോർട്ട് വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും കൊണ്ടുള്ള വാഹനം മാവേലിക്കരയിലേക്ക് പോയത്. പക്ഷെ വളരെ വേഗത്തിൽ തന്നെ മാവേലിക്കരയിൽ എത്തുകയും അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ അത് കോടതി ജയിലിനുള്ളിലേക്ക് കയറ്റുകയും ചെയ്തു. ഇനി 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയേണ്ടത് ആ ഒരു ജയിലിലാണ്. അതിനിടയ്ക്ക് ഒരു പക്ഷേ കസ്റ്റഡിയിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തിരുവല്ല കോടതിയിലായിരിക്കും. സ്വാഭാവികമായും ഈ ഒരു കേസിന്റെ ഒരു ജുറിസ്ഡിക്ഷൻ പരിധി വരുന്നത് തിരുവല്ല കോടതിയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കായിരിക്കും കൊണ്ടുവരുന്നതും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരുപക്ഷെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് കൂടുതൽ ദിവസം കിട്ടുമെന്നുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക, അല്ല എന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. രാവിലെയൊക്കെ ഉണ്ടായത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ടയിലൊക്കെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി നേരിട്ട്, അതായത് ഒരുപക്ഷെ ഒരു റിമാൻഡിലാകുന്ന ഒരു പ്രതി ആക്രമിക്കുന്ന രീതിയിലേക്ക് കടക്കുമോ എന്ന് പോലും പോലീസിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. പക്ഷേ അത്തരത്തിലൊന്നും ഉണ്ടാകാതെ പോലീസ് നിയന്ത്രിച്ച് ആ പ്രതിഷേധക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ആ റിമാൻഡ് പ്രതിയുമായി ജയിലിലെത്തി ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ലിജോ, നമ്മൾ കണ്ടത് രാഹുൽ ഫോണിന്റെ ലോക്ക് പോലും അഴിച്ച് കൊടുക്കാതെ, ചോദ്യങ്ങളോട് നേരായ രീതിയിലുള്ള ഉത്തരം പറയാതെ അന്വേഷണത്തോട് ഒരു നിസ്സഹകരണം പുലർത്തുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ രാഹുലിന്റെ അഭിഭാഷകൻ പറയുകയുണ്ടായി രാഹുൽ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്, പരിശോധനകളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന്. എന്താണ് നടക്കുന്നത്? രാഹുൽ ഇപ്പോൾ പോലീസുമായി സഹകരിക്കുന്നുണ്ടോ? രാഹുലിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് രാവിലെ മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ പറയുന്നത് തന്നെയാണ് രാഹുൽ ഈ ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലുള്ള ഒരു നിസ്സഹകരണം പുലർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അത് പറഞ്ഞതുപോലെ തന്നെ ആ മൊബൈൽ ഫോൺ, ഐഫോൺ ആണ് രാഹുൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു ലോക്ക് ഒന്നും എടുത്ത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അതൊരു സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ചെയ്തു കൊടുക്കേണ്ടതാണ്. നിർബന്ധിച്ച് ലോക്കെടുപ്പിക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ രാഹുലിനെ പോലെ നിരവധി തരത്തിൽ കേസുകളിൽ പെട്ട് ഒരാൾക്ക് അതെങ്ങനെ മാനേജ് ചെയ്യണം, നിയമപരമായി അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കൃത്യമായൊരു ധാരണ സ്വാഭാവികമായും ഉണ്ടാകും. അപ്പോൾ ആ മൊബൈൽ ഫോൺ പോലീസ് അത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ ഒരുപക്ഷെ അത് അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ആ ഡേറ്റ എല്ലാം കിട്ടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ഇനി ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 4:20 രാഹുലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. പത്തനംതിട്ട എയർ ക്യാമ്പിൽ ആ സമയത്ത് തന്നെ ഡിവൈഎസ്പി റാങ്കിലുള്ള
ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡിവൈഎസ്പി മുരളീധരൻ എന്നാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ, കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഈ ചുമതലയുള്ള ഡിവൈഎസ്പി അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവന്റെ മേൽനോട്ടം വഹിക്കുന്ന AIGG പൂങ്കുഴലി അവിടേക്ക് എത്തുകയും ചോദ്യം ചെയ്യലിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തത്. രാഹുൽ ഒരൊറ്റ കാര്യത്തിന് മാത്രമാണ് കൃത്യമായി ഉത്തരം നൽകിയിട്ടുള്ളത്. ഈ പരാതിക്കാരി അഥവാ അതിജീവിതയെ തനിക്ക് അറിയാം, താനും ആ അതിജീവിതയുമായി പരിചയമുണ്ട്, മാത്രമല്ല ഉഭയകക്ഷി സമ്മതപ്രകാരം തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റു കേസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നത്. സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട ഈ അതിജീവിതയുമായി പ്രണയബന്ധം സ്ഥാപിക്കുകയും മാത്രമല്ല വിവാഹബന്ധം വേർപെടുത്തണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.